നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ലാ യഖ്ലുവന്ന, തനിച്ചാവുകയേ ചെയ്യരുത്, അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ, ബിംറഅത്തിൻ, ഒരു അന്യ സ്ത്രീയുമായി തനിച്ചാവരുത്, ഇല്ലാ മഅ ദീ മഹ്റമിൻ, അവൾക്ക് വിവാഹം നിഷിദ്ധമായ ഒരാൾ കൂടെ ഉണ്ടെങ്കിലല്ലാതെ. അതാണല്ലോ മഹ്റം. മഹ്റം കൂടെയില്ലാതെ ഒരു സ്ത്രീയുമായും നിങ്ങളിൽ ഒരാളും തനിച്ചാവാൻ, ഒറ്റക്കാവാൻ പാടില്ല. ആരായിരുന്നാലും ശരി, മഹ്റം കൂടെയില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയും ഒരു പുരുഷനും തനിച്ചാകുവാൻ പാടില്ല. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും വാഹനങ്ങളിൽ ഡ്രൈവറുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അതേപോലെ തന്നെ ആ വിധത്തിലുള്ള പല ഘട്ടങ്ങളിലും തനിച്ച് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായിത്തീരുന്ന അവസ്ഥകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. അതൊക്കെയും അപകടകരമായ പല സംഭവങ്ങളിലേക്കും എത്തിപ്പെടാറുമുണ്ട്. അത് വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം. ഒരുപാട് കാലം പരിചയമുള്ള ഡ്രൈവറാണ്, വർഷങ്ങളോളമായിട്ട് നമ്മളെ വീട്ടിലുള്ള ആളാണ്, വിശ്വസ്തനാണ്. അതൊന്നും ഈ വിഷയത്തിൽ ന്യായീകരണമല്ല. അതൊന്നും ഇസ്ലാം ഈ വിഷയത്തിൽ ന്യായീകരണമായി അനുവദിക്കുന്നുമില്ല, ആരായിരുന്നാലും. കാരണം ഇതൊക്കെ നിർദ്ദേശം തന്നെ ആരോടാണ്? വിശ്വാസികളോടാണല്ലോ, മുഅ്മിനീങ്ങളോടാണ് ഇതൊക്കെ നിർദ്ദേശം തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം ശുദ്ധമാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. ചിന്ത വരലാണ് പിന്നീട്. ആദ്യം അശുദ്ധമായിട്ടല്ല, അശുദ്ധമാവുകയാണ് ശുദ്ധമായ ഹൃദയം എപ്പോൾ? സാഹചര്യങ്ങൾ ഒത്തുകിട്ടുമ്പോൾ. അതാണ് ഇതിലുള്ള വിഷയം. ആള് ക്ലീനായിരിക്കാം, ആള് ശുദ്ധനായിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ സാഹചര്യങ്ങളാണ് മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കുവാനാണ് ഇസ്ലാം ഇതിലൂടെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ എല്ലാവരും ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ആ സാഹചര്യത്തിലേക്ക് ഒരു പക്ഷേ മനുഷ്യൻ അങ്ങനെ പെട്ടുപോയേക്കും. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗരവത്തോടുകൂടെ പറഞ്ഞതും നിങ്ങൾ അങ്ങനെ തനിച്ചാകാൻ പാടില്ല എന്നുള്ളത്.